ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് റൈറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. HCHO, അതായത് ആൽഫ ഹൈഡ്രജനില്ലാത്ത ആൾഡിഹൈഡാണ്. കോൺസെൻട്രേറ്റഡ് ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്താൽ ദാറ്റ് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ കോൾഡ് ദ കാനിസാറോ റിയാക്ഷൻ. കാനിസാറോ റിയാക്ഷൻ. ഇപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ തന്നെ ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യും, റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ HCHO ഓക്സിഡൈസ് ചെയ്താൽ ഒരു കാർബണുള്ള ആസിഡ് HCOOH. പക്ഷേ ഇവിടെ ആൽക്കലി ഉള്ളതുകൊണ്ട് ഈ ആസിഡ് കറസ്പോണ്ടിങ് സോഡിയം സാൾട്ടായിട്ട് മാറും. പ്ലസ് റിഡക്ഷൻ നടന്നിട്ട് ഒരു കാർബണുള്ള ഈ ആൽഡിഹൈഡ് ഒരു കാർബണുള്ള ആൽക്കഹോളായിട്ട് മാറും. ദാറ്റ് ഈസ് CH3OH, മെത്തനോൾ. അപ്പോൾ HCONA and CH3OH, and this reaction is called by the name Cannizzaro reaction. That means ഇത് തിരിച്ചും കാനിസാറോ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ ചോദിക്കാം. എന്താണ് കാനിസാറോ റിയാക്ഷൻ? ആൾഡിഹൈഡ്സ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ when treated with a concentrated alkali undergo disproportionation to form acid salt and alcohol. ഇവിടുത്തെ ആസിഡ് സോൾട്ട് ഏതാണ്? ഒരു കാർബണുള്ള ആസിഡ് സോൾട്ട്, ദാറ്റ് മീൻസ് സോഡിയം ഫോർമേറ്റ് അല്ലെങ്കിൽ സോഡിയം മെത്തനോയിറ്റ് HCONA. പിന്നെ ഒരു കാർബണുള്ള ആൽക്കഹോൾ മെത്തനോൾ. ഇതിന് പകരം ബെൻസാൾഡിഹൈഡ് ആയിരുന്നെങ്കിലോ? ബെൻസാൾഡിഹൈഡ് ഓൾസോ അണ്ടർഗോ കാനിസാറോ റിയാക്ഷൻ ബിക്കോസ് ബെൻസാൾഡിഹൈഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആൽക്കലി, കോൺസെൻട്രേറ്റഡ് NaOH വെച്ച് ട്രീറ്റ് ചെയ്താൽ വാട്ട് ഹാപ്പൻ? ഇറ്റ് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ ടു ഫോം ദ ആസിഡ് സോൾട്ട്. വാട്ട് ഈസ് ആസിഡ് സോൾട്ട്? ബെൻസോയിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ട്, സോഡിയം ബെൻസോയിറ്റ്. റെഡ്യൂസ് ചെയ്ത് കറസ്പോണ്ടിങ് പ്രൈമറി ആൽക്കഹോൾ. വാട്ട് ഈസ് ദാറ്റ്? ബെൻസൈൽ ആൽക്കഹോൾ. ബെൻസീൻ റിംഗിൽ CS2OH, ബെൻസൈൽ ആൽക്കഹോൾ. And this reaction is called Cannizzaro reaction. What is Cannizzaro reaction? Aldehydes without alpha hydrogen when treated with a concentrated alkali undergo disproportionation to form acid salt and alcohol. Two typical examples. Methanol and benzaldehyde undergo Cannizzaro reaction. Why? Methanol and benzaldehyde does not contain alpha hydrogen, and therefore when treated with a constant alkali they undergo disproportionation to form the acid salt and alcohol. അപ്പോൾ മെഥനോൾ ആണെങ്കിൽ സോഡിയം മെഥനോയിഡ് ആൻഡ് മെഥനോൾ. ബെൻസാൾഡിഹൈഡ് ആണെങ്കിൽ സോഡിയം ബെൻസോയേറ്റ്, ദ ആസിഡ് സോൾട്ട് ആൻഡ് ദ ബെൻസൈൽ ആൽക്കഹോൾ. ഇനി അടുത്ത റിയാക്ഷൻ നോക്കൂ. എക്സ്പ്ലെയിൻ Hell-Olhard-Zelensky reaction, that is called HPZ reaction. This is a reaction of carboxylic acid with alpha hydrogen. For example, the simplest carboxylic acid with alpha hydrogen is acetic acid or ethanoic acid. This is the alpha carbon. It contains 3 alpha hydrogens. That is treated with the chlorine or bromine in red phosphorus. What happened? And in presence of water, the alpha hydrogen is replaced by chlorine. ഇപ്പോൾ ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അതിൽ ഒരെണ്ണത്തെ ഹാലജൻ റീപ്ലേസ് ചെയ്യും. ഇവിടുത്തെ ഹാലജൻ ക്ലോറിനാണ്. അപ്പോൾ ക്ലോറോ അസറ്റിക് ആസിഡ് or 2-chloroethanoic acid, and this is called Hell-Olhard-Zelensky reaction. So what is Hell-Olhard-Zelensky reaction? Carboxylic acid with alpha hydrogen when treated with a chlorine or bromine. Chlorine അല്ലെങ്കിൽ bromine. ക്ലോറിനോ ബ്രോമിനോ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് is formed, and this reaction is called Hell-Olhard-Zelensky reaction. വേണേൽ കൺവേർഷനായിട്ട് ചോദിക്കാം. കൺവേർട്ട് അസറ്റിക് ആസിഡ് ടു ക്ലോറോ അസറ്റിക് ആസിഡ്. How will you convert? It is carried out by treating with the bromine or chlorine in presence of red phosphorus. If you want to convert to chloroacetic acid, it is treated with the chlorine in red phosphorus. Then അടുത്ത question നോക്കൂ. Suggest a suitable method for the conversion of ബെൻസീൻ റിംഗിൽ CH3 എന്ന് വിളിക്കും ടൊളുവീൻ. ബെൻസീൻ റിംഗിൽ CHOനെ ബെൻസാൾഡിഹൈഡ്. അപ്പോൾ ടൊളുവീൻ ടു ബെൻസാൾഡിഹൈഡ്. ടൊളുവീനെ ബെൻസാൾഡിഹൈഡ് ആക്കാൻ നമുക്കൊരു നെയിംഡ് റിയാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ്
Etard reaction. Etard reaction. What is Etard reaction? Conversion of toluene to benzaldehyde. അപ്പോൾ ആദ്യം നമ്മൾ ടൊളുവീനെ ക്രൊമൈൽ ക്ലോറൈഡ് CrO2Cl2 ക്രൊമൈൽ ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക ഇൻ കാർബൺ ഡൈസൾഫൈഡ്. അപ്പോൾ ഒരു ക്രോമിയം കോംപ്ലക്സ് ഉണ്ടാവും. ആ ക്രോമിയം കോംപ്ലക്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഹൈഡ്രോളിസ് ചെയ്യാം. ഇപ്പോൾ രണ്ടാം സ്റ്റെപ്പിൽ അതിനെ ഹൈഡ്രോളിസ് ചെയ്യാം. അപ്പോൾ you will get benzaldehyde, and this reaction is called Etard reaction. So conversion of toluene to benzaldehyde by treating with the chromyl chloride in carbon dioxide followed by hydrolysis to form benzaldehyde, and this reaction is called Etard reaction.